നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. എന്നോട് ഒരാൾ പറഞ്ഞത് എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇന്ന ഒരു സ്ഥലത്ത് ഇന്ന ഒരു ലൊക്കേഷനിൽ അവിടെ വേണം എന്നൊരാഗ്രഹം. പക്ഷേ അതങ്ങോട്ട് നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എനിക്കൊരു സങ്കടം. എന്താണ് ഇനിയൊരു പരിഹാരം? നമ്മൾ ശരിക്കും നമ്മളുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി വല്ലാണ്ട് നമ്മളെ അങ്ങ് ഞെരുക്കി വല്ലാണ്ട് കഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലോട്ട് തള്ളിവിട്ടിട്ട് ആഗ്രഹം സാധിക്കാൻ പോകുമ്പോൾ പിന്നെ നമുക്കത് കിട്ടിയാലും ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ആ ഫ്ലാറ്റ് എങ്ങനെയെങ്കിലും വാങ്ങിച്ചു, പക്ഷേ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 80% അതിൻ്റെ കടം വീട്ടാനായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നീട് നമ്മളൊരു ജീവിതം അതിനുള്ളിലിരുന്ന് ആസ്വദിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യേണ്ടത്, ഈ ഒരു കാശ് ഇത്രയും വേണം അത് വാങ്ങിക്കാനെങ്കിൽ നമ്മുടെ വരുമാനം ഏത് മാർഗ്ഗത്തിൽ കൂട്ടാൻ പറ്റും, നമ്മളുടെ ജോലിയിൽ കുറച്ചും കൂടി ഉന്നതിയിൽ എങ്ങനെ എത്താൻ പറ്റും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് എടുത്തിട്ട് ചെയ്യാം. നമ്മുടെ അധ്വാനം കൂട്ടുക, എന്നിട്ട് അതിലോട്ട് എത്താനുള്ള ഒരു ധൈര്യമൊക്കെ കാണിച്ച് എത്തുന്നൊരു ഉറപ്പ് വരുത്തുക. അല്ലാതെ നമ്മൾ ആ ആഗ്രഹം സാധിക്കണം എന്ന് വിചാരിച്ച് മാത്രം വളരെ കഷ്ടപ്പാടിൽ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ദശാവഹാര കാലം നമ്മൾ കടത്തിലോട്ടൊക്കെ വലിയ കഷ്ടപ്പാടിലോട്ട് പോകാൻ ചാൻസ് ഉള്ള സമയമാണെങ്കിൽ അതിന് മുന്നേ ഇത്രയും വലിയൊരു കടമൊന്നും എടുത്ത് വെക്കരുത്. നമുക്കത് സർവൈവ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ കൃത്യമായൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാതെ ആഗ്രഹം എന്ന് മാത്രം വിചാരിച്ച് പോകുമ്പോൾ ആ കഷ്ടപ്പാട് നമ്മുടെ ഫാമിലിക്കും കൊടുക്കുന്നത് ഒരു സുഖകരമായ കാര്യമല്ല.